ഹായ് ഫ്രണ്ട്സ്, ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കിടിലൻ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത്? PN പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? PN പണിക്കർ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? കുന്തലത. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏത്? ഇന്ദുലേഖ. ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയതാര്? O. ചന്തുമേനോൻ. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി? G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതി? ഓടക്കുഴൽ. ചെമ്മീൻ എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? തകഴി. ആടുജീവിതം എന്ന നോവൽ എഴുതിയതാര്? ബെന്യാമിൻ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയതാര്? PN പണിക്കർ. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? OV വിജയൻ. എൻ്റെ കഥ എന്ന ആത്മകഥ എഴുതിയതാര്? കമല സുരയ്യ. നാലുകെട്ട് എന്ന നോവൽ ആരുടേതാണ്? MT വാസുദേവൻ നായർ. കയർ എന്ന നോവൽ ആരുടെ കൃതിയാണ്? തകഴി. രണ്ടാമൂഴം എന്ന നോവൽ എഴുതിയതാര്? MT വാസുദേവൻ നായർ. മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? കമല സുരയ്യ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഏത് രംഗത്താണ്? സാഹിത്യരംഗത്ത്. കേരള സിംഹം എന്ന നോവൽ എഴുതിയതാര്? സർദാർ KM പണിക്കർ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയതാര്? രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായിക ആര്? KS ചിത്ര. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതാര്? ശ്രീനാരായണ ഗുരു. ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ ആര്? ബ്ലസ്സി. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടത്തുന്ന ഒരു പ്രധാന പദ്ധതി? വായന പക്ഷാചരണം. അടുത്തിടെ ഒരു സിനിമയായി പുറത്തിറങ്ങിയ ഒരു മലയാളത്തിലെ പ്രസിദ്ധമായ നോവൽ? ആടുജീവിതം. വായന നമ്മുടെ മനസ്സിന് എന്ത് നൽകുന്നു? വിശ്രമം. പഞ്ചതന്ത്രം കഥകൾ എഴുതിയതാര്? വിഷ്ണു ശർമ്മ. പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് പറഞ്ഞതാര്? സിസറോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം? ബൈബിൾ. അറിവ് ശക്തിയാണ് എന്ന് പറഞ്ഞതാര്? ഫ്രാൻസിസ് ബേക്കൺ. ഓഡിയോ ബുക്ക് എന്നാൽ എന്ത്? ശബ്ദരൂപത്തിലുള്ള പുസ്തകം. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം ഏത്? മഹാഭാരതം. മഹാഭാരതം എന്ന പുസ്തകം എഴുതിയതാര്? വ്യാസൻ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? രവീന്ദ്രനാഥ ടാഗോർ. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം? ലൈബ്രറി അഥവാ വായനശാല. ചിന്താവിഷ്ടയായ സീത ആരുടെ കവിതയാണ്? കുമാരനാശാൻ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചതാര്? തോപ്പിൽ ഭാസി. സ്മാരകശിലകൾ ആരുടെ കൃതിയാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള.